എൻ്റെ പ്രിയ എല്ലാ വായനക്കാർക്കും നമസ്കാരം. അതിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ, എങ്ങനെ ബാംഗ്ലൂരിലെത്തി? ഞാൻ പഠനം കഴിഞ്ഞ് എൻ്റെ കരിയർ ആരംഭിക്കുന്നത് ബോംബെയിലാണ്. ബോംബെയിൽ കുറച്ച് വർഷം വർക്ക് ചെയ്തു. പിന്നെ ഡൽഹി, ചെന്നൈ, അങ്ങനെ പല നഗരങ്ങളിലും വർക്ക് ചെയ്തിട്ട് 2002 ഞാൻ ബാംഗ്ലൂരിലെത്തുന്നത്. ബാംഗ്ലൂരിൽ വന്ന ശേഷം പല കമ്പനികളിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2015 ഒരു കമ്പനിയുടെ VP വൈസ് പ്രസിഡൻ്റായി ഇരിക്കുമ്പോഴാണ് അതല്ല എൻ്റെ ഫീൽഡ് എന്ന് മനസ്സിലാക്കുകയും മാറി ചിന്തിക്കുകയും ചെയ്തത് 2015 VP ആയി ഇരിക്കുമ്പോഴാണ് ഞാൻ ആ കോർപ്പറേറ്റ് ജീവിതം വേണ്ടാന്ന് വെക്കുന്നതും കലയിലേക്ക് തിരിയുന്നതും. ആദ്യം ഞാൻ ചില സ്ക്രിപ്റ്റുകൾ എഴുതേണ്ടായി, പിന്നെ ചില സിനിമകൾക്ക് DOP ചെയ്യേണ്ടായി. മുഴുവൻ ചെയ്തിട്ടില്ല, സിനിമയുടെ ചില ഭാഗങ്ങൾ. പിന്നെ ഒരുപാട് എഴുതിയിരുന്നു ആ സമയത്ത് തന്നെ. ആ എഴുതിയതെല്ലാം എടുത്തു വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് 2022 ഞാൻ ആദ്യത്തെ പുസ്തകം ഇറക്കുന്നത്, ചില നിറങ്ങൾ എന്ന് പറഞ്ഞുള്ള പുസ്തകം. അതിന് മുന്നേ പല ലേഖനങ്ങളിൽ എഴുതിയിട്ടായിരുന്നു. അത് പല ഓൺലൈൻ മാഗസിനുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനെഴുതുന്നതിലെന്ന ചോദ്യത്തിന് ഞാൻ എന്തിനെഴുതുന്നതല്ല, അത് എന്തെങ്കിലും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ ഒരു പർട്ടിക്കുലർ ഒരു അനുഭവങ്ങൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ രൂപത്തിൽ, എൻ്റെ രീതിയിൽ, എൻ്റെ ഭാഷയിൽ ഞാനത് എഴുതി വെക്കുന്നു, ഒരു കുറിച്ച് വെക്കുന്നു എന്ന് മാത്രം. അത് എന്തിനെഴുതുന്നതിന് ഒരു പ്രസക്തി ഞാൻ കാണുന്നേയില്ല. അത് എഴുതി പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്. നമ്മൾ കോർപ്പറേറ്റ് മേഖലയിൽ നമ്മൾ ഒരുപാട് കോണ്ടന്റ്സ് ഉപയോഗിക്കുന്നില്ലേ, റൈറ്റപ്പ് ഉപയോഗിക്കുന്നില്ലേ. ഇപ്പോൾ ഒരു പ്രോജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ വന്നാൽ തീർച്ചയായും അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ എഴുതി അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ എഴുതിയിട്ടാണല്ലോ ഈ ബ്രൗഷറിലായാലും ശരി, വെബ്സൈറ്റിലായാലും ശരി, എവിടെയായാലും ശരി അതിന് കോണ്ടന്റ് ഉണ്ടല്ലോ. അതൊരു ഒരു സാഹിത്യം തന്നെയാണല്ലോ അത്. അപ്പം അങ്ങനെയുള്ള ബന്ധമേ ഉള്ളൂ. അല്ലാതെ സാഹിത്യവും കോർപ്പറേറ്റ് മേഖലയും തമ്മിലുള്ള അല്ലാതെ ബന്ധം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് ക്രിയേറ്റിവിറ്റി. പ്രത്യേകിച്ച് ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡായതുകൊണ്ട് ഒരുപാട് ക്രിയേറ്റിവിറ്റി ലെവലിലാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റിലെത്തിക്കാം, അത് വിവിധ തരങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എങ്ങനെ ജനങ്ങളിലെത്തിക്കാം എന്ന ചിന്ത ഉണ്ടാവുമല്ലോ. അപ്പം അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. എന്നാൽ തീർച്ചയായും എഴുത്തിലും ആ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഞാൻ എഴുതുന്നതിൽ പലപ്പോഴും സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ വ്യത്യസ്തമാണ്. ഒരു കഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും വേറൊരു കഥ. എൻ്റെ കഥകൾ 100-ൽ പരം കഥകൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം വ്യത്യസ്തമായ വിഷയങ്ങളായിരിക്കും പ്രതിപാദിച്ചിട്ടുണ്ടാവുക. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ക്യാരക്ടേഴ്സും എല്ലാം ഒന്നായിരിക്കും, ലൊക്കേഷൻ മാത്രം ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ പലപ്പോഴും നമ്മൾ പല നോവലുകളോ കഥകളോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. തമാശക്ക് പറയാറില്ല, സീരിയലുകൾ അങ്ങനെയായിരിക്കും, ലൊക്കേഷൻ മാറിപ്പോവും, പേരുകൾ മാറിപ്പോവും, കഥകളൊന്നായിരിക്കുന്നത്. അങ്ങനെയല്ല, എൻ്റെ കഥകൾ അങ്ങനെയല്ല, തികച്ചും വ്യത്യസ്തമായ കഥകളായിരിക്കും എൻ്റെ പുസ്തകങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. എഴുതാനുള്ള പ്രചോദനമല്ല നമുക്ക് ആക്ച്വലി ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. ഒരു ചിന്തിക്കാനുള്ള പ്രചോദനമാണ് ആദ്യം ഉണ്ടാകുന്നത്. ഒരു സംഭവം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ അറിഞ്ഞാൽ, അനുഭവിച്ചാൽ, അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടാൽ, അതെങ്ങനെ നമ്മുടെ രീതിയിൽ, എൻ്റെ രീതിയിൽ, ഞാൻ മറ്റുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, എൻ്റെ രീതിയിൽ ഞാൻ അതെങ്ങനെ അനലൈസ് ചെയ്യുന്നു, അതെങ്ങനെ ഒരു കഥയുടെ രൂപത്തിൽ മനസ്സിൽ സൂക്ഷിക്കുന്നു, അതാണ് വ്യത്യസ്തമായിരിക്കും തോന്നുന്നു. അതൊരു പക്ഷെ ഞാനൊരു കഥയുടെ രൂപത്തിൽ സൂക്ഷിക്കുന്നത് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ആ ഒരു ലെയർ മാതിരി അട്ടിട്ടായി വെക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നതെന്നും തോന്നുന്നു.
അത് എഴുത്തുകാരൻ എന്ന രീതിയില്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തന്നെ നമ്മളിപ്പോൾ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫേസ് ചെയ്ത് എവറിഡേ എല്ലാ ദിവസവും നമ്മൾ ഓരോ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് എന്നല്ല, അന്നും അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇന്നത് കൂടുതലാണെന്നേ ഉള്ളൂ. എഴുത്തുകാരൻ എന്ന രീതിയിൽ വെല്ലുവിളികളുണ്ട്. ഞാൻ ആദ്യത്തെ വെല്ലുവിളി എന്താണ്? അത് ഞാൻ എഴുതിയ സബ്ജക്റ്റ് ഞാൻ എങ്ങനെ വെളിച്ചം കാണിക്കും എന്നുള്ളതായിരിക്കും ഞാൻ ആദ്യം ആലോചിക്കുക. എന്നെ സംബന്ധിച്ചോളം അത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ മാഗസിനിൽ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വേറെ പ്രിന്റ് മാഗസിനിൽ കൊടുക്കണമെന്നോ എന്നൊന്നും ആലോചിക്കാറില്ല. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ തന്നെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നത് മാത്രമാണ് ഞാൻ കാണാറുള്ളതും കരുതാറുള്ളതും. അതുകൊണ്ട് അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് കാണാറൊന്നുമില്ല. പിന്നെ പലപ്പോഴും അൺവാണ്ടഡ് കോൾ വരാറുണ്ട്. അത് ചില സമയത്ത് എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ശേഷം ആണ് എനിക്ക് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നതും വരാറുള്ളതും. അത് ആ കഥ എന്തുകൊണ്ടാണ് ഇങ്ങനെയാക്കി, എന്തുകൊണ്ട് ഇങ്ങനെ ചിത്രീകരിച്ചു, എന്തുകൊണ്ട് ഇന്ന പേരിൽ ആ കഥാപാത്രത്തെ പ്രതിഷ്ഠിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കഥാപാത്രമായത് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതൊരു വെല്ലുവിളിയായിട്ടില്ല, ചോദ്യങ്ങളായിട്ട് ഞാൻ കാണാറുള്ളൂ. പിന്നെ എൻ്റെ വെല്ലുവിളി എന്നുള്ളത് പുസ്തകങ്ങൾ ഞാൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ പുസ്തകത്തിൽ നിന്നുള്ള റവന്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്ത പുസ്തകം ഇറക്കാറുള്ളൂ. അതുകൊണ്ടുള്ള അതൊരു വെല്ലുവിളി തന്നെയാണ്. ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ 2 പുസ്തകം എൻ്റെ കയ്യിലുണ്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പബ്ലിഷ് ചെയ്യാതിരിക്കുന്നത് തീർച്ചയായും ഒരു വെല്ലുവിളി തന്നെയാണ്, പൈസയുടെ വെല്ലുവിളി. അത് വന്നു കഴിഞ്ഞാൽ അടുത്ത പുസ്തകം ഇറക്കാം. അങ്ങനെയുള്ള വെല്ലുവിളികളേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞാണ്, എൻ്റെ കഥകളെല്ലാം വ്യത്യസ്തമായ കഥകളാണ്. ആ വ്യത്യസ്തമായ കഥകൾ ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ എൻ്റെ മനസ്സിൽ അടുക്കും ചിട്ടയും കഥകളുടെ അടുക്കും ചിട്ടയും ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ വ്യത്യസ്തമായ കഥകൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ വേറൊരു ഞാൻ ചിന്തിക്കുന്ന രീതി വേറൊന്നായിരിക്കാം. മറ്റുള്ളവർ ചിന്തിക്കുന്ന മാതിരി ആയിരിക്കില്ല, അതുപോലെ ആയിരിക്കില്ല ഞാൻ ചിന്തിക്കുന്നത്, വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം വ്യത്യസ്തമായ കഥാതന്തുക്കൾ വരുന്നത്. ഞാൻ ആലോചിക്കാറുണ്ട്, നിങ്ങളെങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള കഥാകാരന്മാർ എങ്ങനെയാണ് ആ വ്യത്യസ്തമായ കഥകൾ എഴുതുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ എൻ്റെ കഥകൾ വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ ഞാൻ ആലോചിക്കാറ് മറ്റുള്ള എഴുത്തുകാർ, മറ്റുള്ള കഥാകാരന്മാർ എങ്ങനെയാണ് വ്യത്യസ്തമായ കഥാതന്തുക്കൾ മനസ്സിൽ മെനഞ്ഞെടുക്കുന്നതും എങ്ങനെയാണ് അവർ പകർത്തി എഴുതുന്നതും കടലാസിലേക്ക് എഴുതുന്നതും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എഴുതുക എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുന്നതായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാണ് ഞാൻ ആലോചിക്കാറ്. ഇപ്പൊ ഈയിടെ ഒരു ആർട്ടിക്കിൾ വന്നല്ലോ, ആർട്ടിക്കിൾ എഴുത്തിൻ്റെ മേഖലയിൽ ഒറ്റയാർന്ന രീതിയിൽ ആർട്ടിക്കിളുണ്ട്. ഒറ്റയാറിന് ഒരു പക്ഷെ ഉദ്ദേശിച്ചത് ഞാൻ തന്നെ എൻ്റെ കഥകൾ ഞാൻ തന്നെ ബുക്കിന്റെ രൂപത്തിൽ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒറ്റയാറിന് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഞാനൊരു ഒറ്റയാറിനൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് അധികം ഇന്റർഫിയർ ചെയ്യാറില്ല. പിന്നെ എന്താണ് പറയുക, ഒറ്റയാണെന്ന് പറയാൻ പറ്റില്ല അതിനൊക്കെ. ഞാനും എഴുതുന്നു എന്ന് മാത്രമാണ്, അതാണ് ശരി. അത് നിങ്ങൾ വായനക്കാർ ഒറ്റയാണെന്ന് എഴുതുന്നതിൽ എനിക്കൊന്നും പറയാനും പറ്റില്ല. അത് നിങ്ങളുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു വ്യത്യസ്തനായ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാവാം. എന്നിരുന്നാലും എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. അതിന് പല കാരണങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. തനിയെ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? തനിയാണ്, നമ്മളെല്ലാവരും ഒരു തരത്തിൽ തനിയെ ആണ്. നമ്മൾ തനിയെ പോകുന്നു, അതൊരു സത്യം. അങ്ങനെ എഴുത്തിൻ്റെ മേഖലയിൽ തനിയാണെന്ന് തോന്നിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞാൽ ചില എഴുത്തുകാരുടെ കോക്കസ് ഗ്രൂപ്പിൽ എന്നെ ചേർക്കണം എന്നൊന്നും ഇല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കോക്കസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ എന്നെയും അതിൽ ഗ്രൂപ്പിൽ ചേർക്കണേ എന്നുള്ള രീതിയിൽ
ഒരു അപേക്ഷയുമായി പോകുന്നത് അതൊന്നൊരു ശരിയായ ഏർപ്പാടല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയാണെന്നാണെന്ന് തോന്നിയിട്ടില്ല, ഞാൻ തനിച്ചാണെന്നും തോന്നിയിട്ടില്ല. തനിച്ചാണെന്ന് തോന്നുകയില്ല, കാരണം നമ്മളെന്നും പുസ്തകങ്ങളിലൂടെയും അക്ഷരങ്ങളിലൂടെയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളായിക്കോട്ടെ, മറ്റു പുസ്തകങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം എൻ്റെ കയ്യിൽ 1000-ഓളം പുസ്തകങ്ങളിലൂടെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ തീർച്ചയായും തനിയാണെന്ന് തോന്നുകയില്ല. അതുണ്ടെങ്കിൽ നല്ലതാണ്. അത് എഴുത്തുന്ന ഈ മേഖലയിൽ മാത്രമല്ലല്ലോ, അത് സിനിമാ മേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് മേഖല ആയിക്കോട്ടെ, ഒരു ഗോഡ് ഫാദർ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഒരു ഗൈഡ് എന്ന രീതിയിൽ മാത്രമല്ല, അതൊരു പക്ഷെ ഇന്ന രീതിയിൽ ചെയ്താൽ ഇത് ഇന്ന് ഗുണം, ഇന്ന് ഫലം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്ന രീതിയിലുള്ള എഫക്റ്റ് ജനങ്ങളിൽ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് തീർച്ചയായും എൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെയാണോ ജനങ്ങളിലേക്ക് എത്തുന്നത് അതിനനുസരിച്ചായിരിക്കുമല്ലോ എൻ്റെ പ്രോഡക്റ്റ് മൂവ് ആവുക. അങ്ങനെയുള്ള ചിന്താഗതി നോക്കുകയാണെങ്കിൽ ഒരു തലതൊട്ടപ്പരുണ്ടാകുന്നത് നല്ലതായിരിക്കും. പിന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ അതൊരു ഒരു 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 ഗോഡ് ഫാദർ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു ഫംഗ്ഷന് പോയി നമ്മൾ തളിച്ചാണെങ്കിൽ ആര് പരിചയപ്പെടുത്താനില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ഒറ്റപ്പെട്ടു പോകും. എന്നാൽ അവിടെ ഒരാൾ നമ്മളെ കാണുകയും പരിചയം പുതുക്കുകയും എന്നിട്ട് അയാൾ നമ്മളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഉള്ള ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് വളരെ വലുതാണത്. അപ്പോഴാണ് നമ്മളറിയുക, ഓക്കെ, ഇത്രയൊക്കെ പേരിൽ ഇത്രയൊക്കെ ആളുകളിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നു എന്നുള്ളൊരു വസ്തുത നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു. അവിടെ ആ പരിചയപ്പെടുത്തുന്ന ഒരാൾ ഒരു ഗോഡ് ഫാദറായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തീർച്ചയായും ഒരു ഗോഡ് ഫാദർ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അത് എഴുത്തിൻ്റെ മേഖലയെന്നല്ല, ഏത് മേഖലയിലും അത് ഉള്ളത് നല്ലതായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല. ഞാൻ എൻ്റെ എന്താണ് പറയുക, ഒരു എനർജി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതി ഉപയോഗിച്ചിട്ടോ ഞാനത് ആളുകളിലേക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ, മറ്റ് ഗെറ്റ് ടുഗദർ വഴിയോ ആളുകളിലേക്ക് ഞാൻ എൻ്റെ പുസ്തകങ്ങളിൽ എത്തിച്ചേരുന്നു എന്നതാണ്. അതിലൊരു തലതൊട്ടപ്പൻ എന്ന രീതിയിൽ ഞാൻ ആരെയും കണ്ടിട്ടുമില്ല, പരുതാറുമില്ല, അന്വേഷിക്കാറുമില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുമില്ല. വ്യത്യാസമുണ്ടല്ലോ തീർച്ചയായും. അപ്പോൾ ആരോ പറഞ്ഞല്ലോ, നോവൽ എഴുതുന്ന സമയത്ത് നമ്മൾക്ക് എന്തും എഴുതാം, എന്നാൽ ചെറുകഥ എഴുതുന്ന സമയത്ത് നമ്മൾ ആ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രം അതിൽ പറയുന്നു, ഡയറക്റ്റ് സബ്ജക്റ്റിലേക്ക് ചെല്ലുന്നു. ആ ഒരു പക്ഷേ ചെറുകഥ പറയുന്ന സമയത്ത് ഒരു ചെറിയൊരു സബ്ജക്റ്റ് മാത്രമായിരിക്കും നമുക്ക് പറയേണ്ടിയിരുന്നത്. നോവൽ എഴുതുന്ന സമയത്ത് അതിൽ ഒരുപാട് സബ്ജക്റ്റ് കുറവ്, ഒരുപാട് ആളുകൾ, ഒരുപാട് ഇൻസിഡന്റ്, ഒരുപാട് അനുഭവങ്ങളൊക്കെ നോവലിൽ വന്ന് ചെയ്താറല്ലോ. പക്ഷെ ചെറുകഥയിൽ വളരെ ചുരുക്കം അനുഭവങ്ങളോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ ആ കോർ സബ്ജക്റ്റോ വരുന്നുള്ളൂ. അത് അങ്ങനെയുള്ള വ്യത്യാസം എന്തായാലും ഉണ്ടല്ലോ. പിന്നെ വായിക്കാനുള്ള സൗകര്യം, ഒരു ചെറുകഥയാണെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് ഇട്ട് വായിക്കുന്നു, പക്ഷെ നോവൽ അങ്ങനെയല്ലല്ലോ. അപ്പം അതിൻ്റെ ആ വലുപ്പത്തിനനുസരിച്ചും രൂപത്തിനനുസരിച്ചും കഥ പറയാനുള്ള ആഖ്യാന രീതിയും പറയുന്ന വിഷയവും എല്ലാം മാറിയിട്ടുണ്ടാവണമല്ലോ. അതുകൊണ്ടാണല്ലോ ആ രണ്ട് വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്തമായി തന്നെ ഇരിക്കുന്നത്. അത് തീർച്ചയായും ചെറുകഥ നോവൽ എന്ന് മാത്രമല്ല, അത് നാടകമായിക്കോട്ടെ, നോവലായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർട്ടിക്കിളായിക്കോട്ടെ, അതെല്ലാം അതിൻ്റെതായ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ആ ഐഡൻറ്റിറ്റി നമ്മൾ അതിനെ അങ്ങനെ കാറ്റഗറി ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ അതിൻ്റെ വ്യത്യാസം കൊണ്ടാണല്ലോ. എഴുതി ഫലിപ്പിക്കാനും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ നോവൽ എഴുതുന്ന സമയത്ത് കൂടുതൽ നമ്മൾക്ക് വലിയൊരു ക്യാൻവാസ് കിട്ടുന്നു, സമയവും കിട്ടുന്നു എഴുതി ഫലിപ്പിക്കാൻ. അതേസമയം ഒരു ചെറുകഥ എഴുതുന്ന സമയത്ത് അത്രത്തോളം സമയവും അത്രത്തോളം വാക്കുകളും നമ്മൾക്ക് കിട്ടില്ല, ആവശ്യപ്പെടുന്നില്ല, ആവശ്യമായി വരുന്നില്ല. അത് അതിന് കൂടുതൽ സമയമെടുത്താലും കൂടുതൽ വരികളെടുത്താലും അതിൻ്റെ രൂപം മാറിപ്പോയല്ലോ. ചെറുകഥയിൽ നിന്ന് ഒരു നോവലായിട്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലേ ആവാം. അപ്പം അതിൻ്റെ രൂപത്തിലിരിക്കാൻ ആ ചട്ടക്കൂടിൽ എഴുതുന്നതായിരിക്കും നല്ലത്.
നോവലിൻ്റെ ക്യാൻവാസ് ഇപ്പം ഞാൻ 3 നോവൽ എഴുതി, ഇനി 2 നോവൽ പബ്ലിഷ് ചെയ്യാനിരിക്കുന്നു. നോവലിൻ്റെ ക്യാൻവാസ് എഴുതുന്ന സമയത്ത് തീർച്ചയായും വലിയൊരു ബ്രോഡർ സെൻസിലാണ് ഞാനത് എഴുതിയിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. ഒരു ഉദാഹരണത്തിന് ഷഹനായി മുഴങ്ങുമ്പോൾ നോവൽ തന്നെ എഴുതുന്ന സമയത്ത് ബോംബെയിലെ പാർസി സമൂഹത്തിൻ്റെ കഥയാണല്ലോ അതിൽ. അത് മൂന്ന് ജനറേഷൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. ആ സമയത്ത് തന്നെ 3 ജനറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാൻവാസ് വളരെ വലുതായി. പിന്നെ ബോംബെ എന്നുള്ള സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡെപ്തും കൂടി കഴിഞ്ഞു, വ്യാപ്തിയും കൂടി കഴിഞ്ഞു. അങ്ങനെയുള്ള നോവൽ എഴുതുന്ന സമയത്തുള്ള ആ ക്യാൻവാസിൻ്റെ സൈസ് വളരെ 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 വ്യത്യാസമാകുന്നു. ഒരു ചെറിയ കഥ എഴുതുന്ന സമയത്ത് ഞാനൊരു നായക്കുട്ടിയുടെ കഥ എഴുതിയില്ലേ, ഈയിടെ ഇറങ്ങി സമാഹാരത്തിലുള്ള ഒരു കഥ. ആ നായക്കുട്ടിയുടെ കഥ എഴുതുന്നത് ചെറിയൊരു കഥയാണ്. ആ നായക്കുട്ടിയുടെ എന്താണ് പറയുക, സംരക്ഷിക്കുന്നവർ കാണാതാവുന്നു, ഉരുൾപൊട്ടൽ കാണാവുന്നു, പിന്നെ ആ നായക്കുട്ടി അവരെ അന്വേഷിച്ചിറങ്ങുന്നു. വളരെ ചെറിയ കുഞ്ഞു ക്യാൻവാസ്, പക്ഷേ അയാൾ ചിന്തിക്കുന്നതിൻ്റെ വലിപ്പം നമ്മൾ കൂടിയിരിക്കണം. അതിൻ്റെ നമ്മൾ മനസ്സിൽ കാണുന്നതിന് ക്യാൻവാസ് വളരെ വലുതായിരിക്കണം. അതേസമയം നമ്മൾ അത് ഈ പറഞ്ഞ ഷഹനായി മുഴങ്ങുമ്പോൾ എന്ന നോവലിൻ്റെ ക്യാൻവാസ് വളരെ വ്യത്യസ്തമായി. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യസ്തമായ ക്യാൻവാസ് സൈസ് വളരെ വ്യത്യസ്തമാകുന്നു, വലുതാവുന്നു, ഡെപ്ത് കൂടുന്നു, അതിൽ നിറങ്ങൾ കൂടുന്നു. നിറങ്ങൾ എന്നതിന് കഥാപാത്രങ്ങളുടെ നിറങ്ങൾ കൂടുന്നു, എല്ലാം വ്യത്യാസപ്പെടുന്നുണ്ടല്ലോ. രൂപപ്പെടുന്നതൊക്കെ ഞാൻ ഒരു നോവൽ എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇതാണ് ഇതിൻ്റെ സബ്ജക്റ്റ്, അവരിൽ ആ കുടുംബത്തിൽ അല്ലെ ആ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതണം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. അത് പിന്നീടാണ് അതിൽ കുറേ കാര്യങ്ങൾ ചേരുകയും കുറേ കാര്യങ്ങൾ ഒഴിവാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോവലിൽ ഞാൻ ഒരുപാട് സംഗീതത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാർസികളുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, ഭക്ഷണ വൈവിധ്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് കട്ടിൽ. പിന്നീട് അതിൽ ഉള്ള ചില കഥാപാത്രങ്ങളുണ്ട്, അതിനകത്തൊരു ചെറിയ സമൂഹമുണ്ട്, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അതിനെക്കുറിച്ച് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാൻ ആ നോവലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ആ 3 ജനറേഷനിലൂടെ ആ ഒരു മലയാളി യുവാവ് ബോംബെയിൽ പോകുന്നതും ഇവരെ പരിചയപ്പെടുന്നതും പിന്നീട് നടക്കുന്ന അനുഭവങ്ങൾ, പിന്നീട് നടക്കുന്ന സംഘർഷങ്ങളും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അതിലെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ചായിക്കോട്ടെ, മ്യൂസിക്കിനെ കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ മറ്റ് കൾച്ചറിനെ കുറിച്ച് ഒഴിവാക്കിയത്. അങ്ങനെയാണ് ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ വെട്ടിക്കുറച്ച് അങ്ങനെ ആ രൂപത്തിലായത് ഇങ്ങനെ ഒരുപാട് ഒഴിവാക്കൽ എന്ന പ്രക്രിയ നടന്നതുകൊണ്ടാണ്. ചില നിറങ്ങളിൽ എന്നുള്ള കഥയിൽ എന്ന ചെറുകഥ സമാഹാരത്തിൽ ഞാൻ ബാംഗ്ലൂരിലെ നടന്ന കഥകളായിട്ടാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബാംഗ്ലൂരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബാംഗ്ലൂരിൽ വന്ന് ഒരു ഭാരത പര്യടനം കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്ത ശേഷം ആണ് ഞാൻ എഴുത്തിൻ്റെ മേഖലയിൽ ശ്രദ്ധ തിരിയുന്നതും വല്ലപ്പോഴും കുറിച്ചു വെക്കാൻ തുടങ്ങിയതും. അതുകൊണ്ടായിരിക്കാം ബാംഗ്ലൂരിലെ കഥകളാണ് എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സമാഹാരത്തിലേക്ക് ബാംഗ്ലൂരിൻ്റെ ബേസായുള്ള കഥകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ചില നിറങ്ങൾ എന്ന രീതിയിൽ 10 കഥകളുടെ ഒരു സമാഹാരം ഇറക്കിയത്. അതുകൊണ്ടാണ് ബാംഗ്ലൂരിൻ്റെ ബേസായിട്ട്. പിന്നീടുള്ള കഥകളെല്ലാം ഞാൻ പല സിറ്റികളിൽ പോയതായിട്ടും പോയ അനുഭവങ്ങളെക്കുറിച്ചും അതിൽ എഴുതിയിട്ടുണ്ട്. മെക്സിക്കോയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബർമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ ആയിക്കോട്ടെ, താൽ ലേക്കിനടുത്തായിക്കോട്ടെ, അല്ലെങ്കിൽ കൊൽക്കട്ട ആയിക്കോട്ടെ, ആ സിറ്റികളെ കുറിച്ചെല്ലാം ഞാൻ കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബേസായിട്ട് കഥകൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കഥ ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് അവനെ സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. ഷഹനായി മുഴങ്ങുമ്പോൾ എന്ന കഥ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാർസി സമൂഹത്തിൽ കുറച്ച് പേരെ എനിക്ക് അറിയാമായിരുന്നു. ഭയങ്കര ക്ലോസ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്.
ആ സമയത്ത് ഞാൻ അവരുടെ പല ഫംഗ്ഷനുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിത രീതി നമ്മളിൽ നിന്ന് വെച്ചാൽ നമ്മൾ എന്നും കാണുന്നവർ, നമ്മളിൽ നിന്ന് ഉദ്ദേശിച്ചത് നമ്മൾ എന്നും കാണുന്നവർ, എന്നും ഇടപഴകുന്നവർ എന്നാണ് ഉദ്ദേശിച്ചത്, വ്യത്യസ്തമാണല്ലോ. അപ്പം അങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞാൻ മനസ്സിൽ കുറിച്ചു വെക്കാനും നോട്ട് ചെയ്ത് വെക്കാനും എല്ലാം തുടങ്ങിയത്. അങ്ങനെ ഒരു കഥ രൂപപ്പെടുത്തി വരുന്നതും, പിന്നെ ഞാനൊരു ബോംബെയിൽ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാളായിട്ടാണല്ലോ ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായും അങ്ങനെയാണെന്ന് തോന്നുന്നു തോമസ് എന്ന കഥാപാത്രം ഉടലെടുക്കുന്നതും, ഈ തോമസ് എന്ന കഥാപാത്രം അവിടെയുള്ള പാർസികളായിട്ട് പരിചയപ്പെടുന്നതും, പിന്നെ അങ്ങനെ കഥ ഡെവലപ്പ് ആകുന്നതും അങ്ങനെയാണ്. അപ്പോൾ പാർസികളുടെ ഒരു കഥ പറയണം എന്നുണ്ടായിരുന്നു. അതൊരു വലിയൊരു കഥയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു കഥയായിരുന്നു. പിന്നെ വെട്ടിച്ചുരുക്കിയിട്ടാണ് അത് ഇപ്പോൾ ഉള്ള രൂപത്തിലേക്ക് ആയത്. അങ്ങനെ മറ്റു കൃതികളും എഴുതാൻ ചില അനുഭവങ്ങൾ, നേരിൽ കണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടതോ ആയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കായാവും മേഴിലും പാലയും എന്ന നോവൽ, അത് കാസർഗോഡ് ബേസ് ആയിട്ടുള്ള ഒരു നായനാർ എന്നുള്ളൊരു പ്രോട്ടഗോണിസ്റ്റിന്റെ കഥയാണ് എന്ന് പറയാം. അയാളുടെ സമൂഹത്തിന്, സമൂഹം എന്ന് വെച്ചാൽ അയാളുടെ നാട്ടിലുള്ള അയാളുടെ കൂടെയുള്ളവരെ എങ്ങനെ അയാൾ സംരക്ഷിക്കുന്നു, അയാൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നതും, അവർക്ക് എങ്ങനെയാണ് സഹായ സഹകരണങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് ആ നോവലിൽ പറഞ്ഞിരിക്കുന്നത്. ആ സമൂഹത്തിൽ തന്നെ പല വ്യത്യസ്തരായ ആൾക്കാരുണ്ട്. എങ്കിൽ തന്നെ ഈ നായനാർ എന്നുള്ള കഥാപാത്രം അവരെ എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് കൂടെ കൊണ്ടുപോകുന്നു. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പല ആളുകളും ഇപ്പോഴും, അല്ലെങ്കിൽ എൻ്റെ ചെറുപ്രായത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവാം. അങ്ങനെയാണ് ഒരു ആ നോവൽ വരുന്നത്. പിന്നീടുണ്ടായ പല കഥകളും ചില അനുഭവങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് അറിഞ്ഞിട്ടോ ആയിരിക്കാം. ഇപ്പോൾ ഓർമ്മകളുടെ വസന്തം എന്നൊരു നോവല് കഴിഞ്ഞ മാസം പബ്ലിഷ് ചെയ്യണ്ടേ. അത് 90കളിൽ പാരലൽ കോളേജ്, കാസർഗോഡുള്ള പാരലൽ കോളേജിന്റെ ബേസ് ആയിട്ടാണ് ആ കഥ നടക്കുന്നത്. അത് നമ്മുടെ അടുത്ത് അറിയുന്നത് തന്നെ കൂട്ടുകാർ പറയുകയും അവരുടെ അനുഭവം എന്നോട് പറയുകയും ചില സംഭവങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ബേസായിട്ടാണ് ഓർമ്മയുടെ വസന്തം എന്ന നോവൽ എഴുതുന്നത്. അത് ചെറിയൊരു നോവലാണ്, 110 പേജേ ഉള്ള ഒരു നോവലാണ്. അതും ഒരാളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമ്മൾക്ക് അതൊരു കഥയായിട്ടോ നോവലായിട്ടോ നമ്മൾക്ക് രൂപപ്പെട്ടു വരുന്നത്. അതങ്ങനെ വ്യക്തമായി പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചിന്തയിലായിരിക്കും. ഒരു സംഭവം, ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഒരുപക്ഷെ ചിന്തയിലായിരിക്കും അത് വളർന്നു വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വേറെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഇൻറ്റ്യൂഷൻ, ഇങ്ങനൊരു സംഭവം ഉണ്ടാവാം. ആ സമയത്ത് എഴുത്തിലൂടെയും വരാം. അത് എങ്ങനെ ഉണ്ടാവണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ആയിരിക്കും എന്ന് തോന്നുന്നു. ഒന്നാമത് നമ്മുടെ മറ്റുള്ളവരുടെ പ്രൈവസിയിൽ കൈകടത്തരുത്. അപ്പം നമ്മൾ അവരുടെ പേരുകളോ അല്ലെങ്കിൽ ഒരുമിച്ച് അനുഭവിച്ച അനുഭവങ്ങളോ നമ്മൾ ഒരു കഥയുടെ രൂപത്തിലാക്കുന്ന സമയത്ത് തീർച്ചയായും ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായും അനുഭവങ്ങളിൽ നിന്ന് കഥയെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ അരുതാത്തത് പറയാതിരിക്കുകയായിരിക്കും നല്ലത്. ചില എഴുത്തുകാർ ചില സമൂഹത്തെ വക്രീകരിക്കാൻ വേണ്ടി പലതും പറയാറുണ്ട്. അവരുടെ ദൈവങ്ങളെ വൃത്തികേടായി ചിത്രീകരിക്കാറുണ്ട്. അതൊരു വലിയൊരു ക്രെഡിറ്റായിട്ട് കരുതേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവരുടെ വക്രബുദ്ധി തന്നെയാണ്. അതിനെ അവരുടെ വിശ്വാസങ്ങളെ ഹനിച്ചാൽ അല്ലെങ്കിൽ വ്രണപ്പെടുത്തിയാൽ ജനങ്ങളിൽ നിന്ന് കയ്യടി ലഭിക്കാം, മറ്റുള്ള ജനങ്ങൾ അതിനെ അംഗീകരിക്കണം,
അഭിനന്ദിക്കാം എന്ന ആഗ്രഹം അല്ലെങ്കിൽ എന്ന വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം അവർ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ഇങ്ങനെ വക്രീകരിക്കുന്നതും വൃത്തികേടായി ചിത്രീകരിക്കുന്നതും. അത് അവരുടെ മനസ്സിൻ്റെ വൃത്തികേടായി തന്നെയാണ് ഞാൻ കാണുന്നത്. അതവരുടെ സ്വാർത്ഥ താല്പര്യവും അല്ലെങ്കിൽ മറ്റുള്ളവരെ വൃത്തികേടായി കാണിക്കുക എന്നുള്ള ഗൂഢതന്ത്രവും ഒക്കെയാണ് അതിൽ കാണുന്നത്. ഞാൻ അതിലൂടെ സ്വകാര്യമായ ചില നേട്ടങ്ങൾ നേടിയെടുക്കുക എന്നുള്ള സ്വകാര്യ താല്പര്യം തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ അവരുടെ മോശമായി ചിത്രീകരിക്കാതെ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കഥ പ്രസന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, അതിനെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അത് നല്ല രീതിയിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മളുടെ കഥകളിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായും അവരുടെ പ്രൈവസി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കഥകൾ അനുഭവം അങ്ങനെ തന്നെ എഴുതുകയല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ അതൊരു കഥയുടെ രൂപത്തിലൊക്കെ ആക്കിയെടുത്തു ഭാവനയും ചേർത്താണല്ലോ ഒരു കഥ എഴുതുന്നത്. ഒരു കഥ അനുഭവത്തിൽ നിന്ന് നേരിട്ട് കണ്ടത് അനുഭവിച്ചത് എഴുതുകയല്ലല്ലോ. തീർച്ചയായും ഭാവന അതിൽ ഉൾക്കൊള്ളിക്കേണ്ടിയിരിക്കുന്നു, ചേർക്കേണ്ടിയിരിക്കുന്നു. കഥയിൽ സത്യസന്ധമായിട്ടല്ലല്ലോ കഥ എഴുതുന്നത്. നടന്നത് അങ്ങനെ തന്നെ എഴുതിയാൽ അത് കഥയാവുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. തീർച്ചയായും ഭാവന, ഞാൻ പറഞ്ഞില്ല, ഭാവനയും അതിൽ ചേരുന്നു. സത്യസന്ധമായി എഴുതിയാൽ അത് ബയോഗ്രാഫിയോ ഓട്ടോബയോഗ്രാഫിയോ അങ്ങനെ എന്തെങ്കിലും ആയി പോവുമല്ലോ. അത് സത്യസന്ധത കുറച്ചൊക്കെ ആവാം, കഥകളിൽ കുറച്ചൊക്കെ സത്യസന്ധത ആവാം. പക്ഷെ അത് മുഴുവനും സത്യസന്ധമായിരിക്കണം എന്നൊന്നുമില്ല, എന്നൊന്നും ഞാൻ കരുതുന്നില്ല. സൂക്ഷിക്കേണ്ടതുണ്ട്. അത് എല്ലാവരും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായും അനുഭവങ്ങളിൽ നിന്ന് കഥ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ അരുതാത്തത് പറയാതിരിക്കുകയായിരിക്കും നല്ലത്. ചില എഴുത്തുകാർ ചില സമൂഹത്തെ വക്രീകരിക്കാൻ വേണ്ടി പലതും പറയാറുണ്ട്. അവരുടെ ദൈവങ്ങളെ വൃത്തികേടായി ചിത്രീകരിക്കാറുണ്ട്. അതിലൊരു വലിയൊരു ക്രെഡിറ്റായിട്ട് കരുതേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവരുടെ വക്രബുദ്ധി തന്നെയാണ്. അതിനെ അവരുടെ വിശ്വാസങ്ങളെ ഹനിച്ചാൽ അല്ലെങ്കിൽ വ്രണപ്പെടുത്തിയാൽ ജനങ്ങളിൽ നിന്ന് കൈയടി ലഭിക്കാം, മറ്റുള്ള ജനങ്ങൾ അതിനെ അംഗീകരിക്കാം, അഭിനന്ദിക്കാം എന്ന ആഗ്രഹം അല്ലെങ്കിൽ എന്ന വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം അവർ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ഇങ്ങനെ വക്രീകരിക്കുന്നതും വൃത്തികേടായി ചിത്രീകരിക്കുന്നതും. അത് അവരുടെ മനസ്സിൻ്റെ വൃത്തികേടായി തന്നെയാണ് ഞാൻ കാണുന്നത്. അതവരുടെ സ്വാർത്ഥ താല്പര്യവും അല്ലെങ്കിൽ മറ്റുള്ളവരെ വൃത്തികേടായി കാണിക്കുക എന്നുള്ള ഗൂഢതന്ത്രവും ഒക്കെയാണ് അതിൽ കാണുന്നത്. ഞാൻ അതിലൂടെ സ്വകാര്യമായ ചില നേട്ടങ്ങൾ നേടിയെടുക്കുക എന്നുള്ള സ്വകാര്യ താല്പര്യം തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ അവരുടെ മോശമായി ചിത്രീകരിക്കാതെ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കഥ പ്രസന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, അതിനെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അത് നല്ല രീതിയിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മളുടെ കഥകളിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായും അവരുടെ പ്രൈവസി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അനുഭവങ്ങളിൽ നിന്നും കഥ എടുക്കുമ്പോൾ തീർച്ചയായും ബന്ധങ്ങൾ തടസ്സമല്ലാകുന്നത്, അതൊരു പ്രചോദനമാവുകയും ചെയ്യുന്നു. നമ്മളും എഴുത്തുകാരനും വേറൊരാളും ഒരുമിച്ച് അനുഭവിച്ച ഒരു ഇൻസിഡൻറ്റ്, അതൊരു കഥയുടെ രൂപത്തിൽ ഭാവനയുമൊക്കെ ചേർന്ന് ഒരു കഥയുടെ രൂപത്തിലാകുന്ന സമയത്ത് അതൊരു കഥയുടെ രൂപത്തിലേക്കാവുന്നു എന്നുള്ളതാണ്, ഒരു ക്രിയേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അതൊരു തടസ്സമാകുന്നില്ല, അതൊരു സപ്പോർട്ടാവുകയും ചെയ്യുന്നത്. തീർച്ചയായും നമ്മൾ ആ ബന്ധങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ പ്രൈവസി നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.
സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ആലോചിക്കേണ്ടത്, അത് ഏത് ക്രിയേറ്റിവിറ്റി ആയാലും ശരി, സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് ആ സമൂഹത്തിന് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് എഴുത്തിൽ മാത്രമല്ല, അത് ഏത് ക്രിയേറ്റിവിറ്റി ആയാലും ശരി, ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയാലും ശരി, ഒരു സമൂഹത്തിന് വേണ്ടി നമ്മളൊരു സമൂഹത്തിലേക്ക് ഒരു പ്രൊഡക്റ്റ്, ഒരു ക്രിയേഷൻ കൊടുക്കുന്ന സമയത്ത് അവരെങ്ങനെ അതിനെ കാണുന്നു, അവരെങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ടതുണ്ടല്ലോ. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു അഡ്വർടൈസ്മെന്റ് ഇറക്കുന്ന സമയത്ത് പബ്ലിക് എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായും കാണേണ്ടതുണ്ട്. ഒരു മുൻകാഴ്ച ആവശ്യമാണ്. എന്നാലും നമ്മൾക്ക് ആ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു കഥയോ നോവലോ അല്ലെങ്കിൽ നാടകം എന്തോ ആയിക്കോട്ടെ, അത് പബ്ലിക്കിലേക്ക് എത്തുന്ന സമയത്ത് ആ പബ്ലിക് പൊതുജനങ്ങൾ എങ്ങനെ അത് സ്വീകരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വൃത്തികേടായി ചിത്രീകരിച്ചിട്ട് ജനങ്ങൾ സ്വീകരിക്കുന്നത് വേറെ, അല്ല ഒരു നല്ല രീതിയിൽ ചിത്രീകരിച്ച് ജനങ്ങൾ അംഗീകരിക്കുന്നത് അതും രണ്ടും വേറെ. ചില സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ തകർക്കുന്നത് അതൊരു നല്ല രീതിയല്ല. അതിലൂടെ കയ്യടി നേടുന്നതും നല്ല രീതിയല്ല. അതൊരു വലിയൊരു ക്രെഡിറ്റായിട്ടും കരുതേണ്ടതില്ല. മറ്റുള്ളവരെ ഹനിച്ചിട്ടാണ്, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ തകർത്തിട്ടാണ് നിങ്ങൾ ആ കയ്യടി നേടുന്നത്, അതൊരു വലിയൊരു നേട്ടമായി കരുതുകയും വേണ്ട. അവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചുകൊണ്ട് തന്നെ, അവരുടെ വിശ്വാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ, നമ്മുടെ വിശ്വാസങ്ങൾ അംഗീകരിച്ചും ഉറച്ചും കൊണ്ട് തന്നെ നമ്മൾ ക്രിയേഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സമൂഹത്തിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, തീർച്ചയായും സമൂഹത്തിനോട് നമ്മൾ കമ്മിറ്റ്മെന്റ് ഉള്ളത്. അതുകൊണ്ടാണ് ആ അവിശ്വാസങ്ങളെ തകർക്കരുത്, ആ വിശ്വാസങ്ങളെ വൃത്തിഹീനമാക്കരുത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സമൂഹത്തിനോട് നമ്മൾ കടപ്പാടുണ്ട്. ആ സമൂഹത്തിലേക്ക് വേണ്ടിയിട്ടാണ്, ആ നാളത്തെ സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എഴുതുന്നത്. അത് ഒരു മാതൃക ആക്കാൻ വേണ്ടി എന്തെങ്കിലും ആ കഥയിൽ അല്ലെങ്കിൽ ആ ക്രിയേഷനിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനോട് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് നമ്മൾ നല്ല രീതിയിൽ കാണിക്കുകയും അത് മുന്നോട്ടുള്ള അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കുള്ള വഴികാട്ടി ആയിരിക്കുന്നില്ല, അതൊരു പ്രചോദനം കൂടെ ആവുകയും വേണം. വായനക്കാർ വായിക്കുന്നത് അറിവ് നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലേ? പിന്നെ അറിവ് നേടുക എന്നോട് കൂടാതെ പൊങ്ങച്ചം പറയാനും ആവാം. ഞാൻ ഇന്നാളുടെ ഇന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്, ഇന്നാളുടെ അതിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അത് കോട്ട് ചെയ്തിട്ട് പറയുക, അല്ലെങ്കിൽ എന്താണ് പറയുക, ഇന്ന ബുക്കിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ പൊങ്ങച്ചത്തിന് വേണ്ടിയാവാം പുസ്തകം വായിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം പുസ്തകങ്ങൾ അറിവിന് വേണ്ടിയിട്ടാണ്, ലോകത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യരെ അറിയാൻ വേണ്ടിയിട്ടാണ്, അവരുടെ സംസ്കാരം അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ആ പുസ്തകം എങ്ങനെയാണോ, ഏതുപോലുള്ള പുസ്തകമാണോ, ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കാണെങ്കിൽ തീർച്ചയായും ആ പഴയ സംസ്കാരം അറിയാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു ആർട്ടിനെ കുറിച്ചുള്ളതാണെങ്കിൽ ആ ആർട്ടിനെ കുറിച്ചുള്ള അറിവ് നേടാനായിരിക്കാം. അതായിരിക്കും ഞാൻ കാണുന്നത്. പക്ഷെ പൊങ്ങച്ചം പറയാനുള്ള ഒരു വേദി കൂടിയാണ് പുസ്തക വായന എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഒരു വേദിയിൽ കയറി നിന്ന് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ പറയേണ്ട സബ്ജക്റ്റ് വിട്ട്, അല്ല വേറെ ഏതെങ്കിലും ഇന്റർനാഷണൽ ലെവലിൽ പോയിട്ട് ഇന്ന പുസ്തകം അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് പുസ്തകം എന്നത് പറഞ്ഞിട്ടുണ്ട്, അതിലിങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഒരു പൊങ്ങച്ചാണ്. ആ പറയേണ്ട സബ്ജക്റ്റിനെ പറയാതെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ട് അതൊരു വലിയൊരു അറിവായി, ഞാനൊരു ബുദ്ധിജീവിയാണ് എന്നുള്ളത് അല്ല ആവശ്യമല്ലോ. അതല്ലല്ലോ നമ്മൾ കരുതുന്നത്. നമ്മൾ വേണ്ടത് അറിവ് തന്നെയാണ്. ഇപ്പോൾ പുസ്തകം പ്രസാധകം ചെയ്യുന്നത് സ്വന്തം ആയതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ പുസ്തകങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തതും പ്രസാധകം ചെയ്തതും ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതും മാർക്കറ്റിംഗ് ചെയ്യുന്നതും എല്ലാം. മിക്കവാറും എൻ്റെ പുസ്തകങ്ങൾ ഓൺലൈനിലൂടെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ചെറിയൊരു നെറ്റ്വർക്കിലൂടെയും പുസ്തകങ്ങൾ വിൽക്കുന്നുണ്ട്, അതൊരു സത്യമാണ്.
ഈ സ്വയം പ്രസാദം ചെയ്യുന്നതിൻ്റെ കാരണം അതെങ്ങനെ വന്നു, അതെങ്ങനെ നടന്നു, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലേ. ഞാൻ പുസ്തകം എഴുതിയിട്ട് പല പബ്ലിഷേഴ്സിനെയും സമീപിച്ചപ്പോൾ അവരൊരു സ്ലീപ്പിംഗ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 മാസം, 6 മാസം, 1 കൊല്ലം, 2 കൊല്ലം എന്നൊക്കെ. ആ 2 കൊല്ലം, 1 കൊല്ലം, 6 മാസമൊക്കെ അതൊക്കെ അവർ പറയുന്നു ഇത്രയും ദിവസം വേണം, ഇത്രയും നാളുകൾ വേണം എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. എന്നിട്ട് വേണം പബ്ലിഷ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ബോർഡിൽ പ്രസൻറ്റ് ചെയ്യുന്നു, ആ ബോർഡ് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്ത് പാസ്സായാൽ പബ്ലിഷ് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടല്ലോ. പിന്നീട് നമ്മൾ ഈ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഞാൻ തന്നെ പുസ്തകം പ്രിന്റ് ചെയ്യാനുള്ള പൈസയും കൊടുക്കണം, ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. എന്നിട്ട് അവരുടെ തീരുമാനങ്ങൾക്ക് കാത്തിരിക്കുകയും വേണം. എന്നിട്ട് എൻ്റെ പുസ്തകം വെളിച്ചം കാണുകയുള്ളൂ, ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഞാൻ തന്നെ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം അത് 10 പുസ്തകമാണ് 10, 1000 പുസ്തകമാണ് 1000, 1,00,000 പുസ്തകമാണ് 1,00,000 പുസ്തകം ഞാൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നു. അപ്പം ഇപ്പോൾ പ്രിന്റ് ഓൺ ഓർഡറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ഇപ്പം പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള രീതികൾ ഒരുപാടുണ്ട്. അപ്പം ഞാൻ തന്നെ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ പബ്ലിഷ് ചെയ്തു തുടങ്ങുന്നത് തന്നെ. അപ്പം അതിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ട്. അതാർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ്. അതിനോടൊപ്പമുള്ള ഒരു പ്രശ്നമാണ് പുസ്തക ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. ആ വിതരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. ഇപ്പോൾ ഓൺലൈനിലൂടെ ചെയ്യാം, തീർച്ചയായും ചെയ്യും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുകയാണല്ലോ. ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഇടപെടുന്നതും അനുഭവങ്ങളല്ല പറയുന്നതും. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നതല്ലോ. ഞാനിവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിസ്ട്രിബ്യൂട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു 60% അവർ ഈ പുസ്തക സ്റ്റാളിൽ പുസ്തകം വിൽക്കുന്നവർക്ക് അവരുടെ ഷെയർ ചോദിച്ചത് 60%. അപ്പോൾ 100 രൂപയുടെ പുസ്തകത്തിന് 60 രൂപ അവരെടുക്കും, 40 രൂപ എനിക്ക് കിട്ടുള്ളൂ. ഓക്കെ, ശരി, സമ്മതിച്ചു, അങ്ങനെ ചെയ്യാം. അതുകൂടാതെ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഒരു ലംസം എമൗണ്ട്, ഒരു വലിയൊരു തുക ഓരോരോ ടൈറ്റിലിനും, ഓരോരോ ബുക്കിനും, ഓരോ ബുക്ക് മീൻസ് ഓരോരോ ടൈറ്റിലിനും ഒരു വലിയൊരു എമൗണ്ടാണ് അവരുടെ കമ്മീഷനായി ചോദിച്ചത്. അതും അപ്രണ്ട് ആദ്യം തന്നെ. അങ്ങനെയാണ് ഞാൻ അവരുടെ ആ രീതിയിൽ ഒരു ടൈറ്റിൽ, ഇപ്പോൾ എൻ്റെ ഒരു 5 ടൈറ്റിൽ ഉണ്ടെങ്കിൽ 5 ഇൻറ്റു അവർ പറഞ്ഞ തുക 50,000 രൂപ എന്ന് വെച്ചോളൂ. 5 ഇൻറ്റു 50,000 ഞാൻ കൊടുക്കണം. ഇനീഷ്യൽ ആദ്യം തന്നെ ഞാൻ കൊടുക്കേണ്ടിയിരിക്കുന്നു ആ ഡിസ്ട്രിബ്യൂഷൻ അവർ ചെയ്യുന്നതിന്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാതിരുന്നത്. ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കഴിയുന്ന രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, എന്നാലും അതൊരു നല്ലൊരു റീച്ചല്ല. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ന്യൂനതകൾ അതിലുണ്ട്. ആ ന്യൂനതകൾ ഒരുപക്ഷെ മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും. അതിനുള്ള ശ്രമം തുടരുന്നു. നമ്മൾ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെയ്തു തുടങ്ങുമ്പോഴാണല്ലോ അതിൻ്റെ പ്രശ്നങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അറിയുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്ന രീതിയിൽ ഞാൻ ചില നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. പൈങ്കിളി സാഹിത്യം അങ്ങനെ ഒരു സാഹിത്യശാഖ ഞാൻ അങ്ങനെ വേർതിരിച്ച് കാണുന്നില്ല. എന്നിരുന്നാലും ഒരു സോ കോൾഡ് പ്രേമവും പിന്നെ പ്രേമം നഷ്ടപ്പെടലും ഉള്ള ഒരു കഥയോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു കഥ അതൊരു മുഴുനീള കഥയായിട്ട് ഞാൻ ആലോചിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. അതൊരു പൈങ്കിളി എന്നതിന് അതായിരിക്കുമല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്. അതൊരു പൈങ്കിളി കഥ എന്നുള്ളൊരു കാറ്റഗറി ഞാൻ കാണുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അങ്ങനെ ഒരു മുഴുനീള പ്രേമകഥ ഞാൻ ആലോചിക്കാറില്ല. വെറും പ്രേമം മാത്രമല്ലല്ലോ ജീവിതം, എല്ലാം സമ്മിശ്രമാണല്ലോ, എല്ലാ അനുഭവങ്ങളും സമ്മിശ്രമാണല്ലോ ജീവിതം. അപ്പം ഒരു ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ല, ഒരു പാരൽ കോളേജിൻ്റെ ബേസായിട്ടുള്ള നോവൽ, അതിലും പ്രേമം അല്പം മാത്രമേ ഉള്ളൂ. അതൊരു മെയിൻ കണ്ടന്റേ അല്ല, അതൊരു മെയിൻ തീമേ അല്ല അതിൽ. അപ്പോൾ ഒരു പൈങ്കിളി കഥ എന്നുള്ള രീതിയിൽ ഞാൻ കാണാറില്ല. അതുപോലെ തന്നെയാണ് നമുക്കൊരു അപസർപ്പക നോവൽ നോക്കിക്കോളൂ, ഒരു ഡിക്റ്റേറ്റീവ് നോവൽ നോക്കിക്കോളൂ. അപസർപ്പക നോവൽ അതൊരു ഡിക്റ്റേറ്റീവ് നോവൽ തന്നെയാണ്. അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾക്ക് ത്രില്ലടിച്ച് സസ്പെൻസൊക്കെ കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണല്ലോ ഡിക്റ്റേറ്റീവ് നോവൽ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു കേസ് ഡയറി ആയിക്കോട്ടെ, നമ്മൾ ആ കേസ് എങ്ങനെയാണ്
സോൾവ് ചെയ്യുന്നു എന്നതിലേക്കായിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ ആദ്യം മുതൽ അവസാനം വരെ അല്ലേ. അങ്ങനെയുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ 2-3 കേസ് ഡയറികളുണ്ട്, ഈ സമാഹാരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ട് ഞാൻ കാണുന്നുണ്ട് ഒരു പൈങ്കിളി കഥ എന്നുള്ളത്. അല്ലാതെ അതൊരു മുഴുനീള സബ്ജക്റ്റാക്കി ഞാൻ എഴുതാറില്ല എന്നേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിലേക്ക് ഞാൻ കൂടുതൽ കടന്നു ചെന്നിട്ടില്ല. ഏതാനും കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു മുഴുനീള സബ്ജക്റ്റാക്കി എടുക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അനുഭവങ്ങളായിരിക്കാം എന്നെ തടസ്സപ്പെടുത്തുന്നത്. നോക്കാം, അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം 10ഓളം പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു, ഞാൻ തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇപ്പം 2-3 പുസ്തകങ്ങൾ ഇപ്പം പെൻഡിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. അതും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാമ്പത്തികമായി മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും അടുത്ത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാം. ഞാൻ പുരസ്കാരങ്ങളുടെ പിറകെ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യമായ എഴുത്ത് എഴുതുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ മുഴുകിയിരിക്കുന്നു. അതാണ് എനിക്കൊരു ലഹരി. അപ്പം അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ അയക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരോ ചില ബന്ധുക്കളൊക്കെ എൻ്റെ പുസ്തകങ്ങൾ പുരസ്കാരങ്ങൾക്കായി അയക്കാറുണ്ട്. അപ്പം ഞാൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടൊന്നുമില്ല. അവാർഡ് കമ്മിറ്റികളെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല. അതിന് പ്രധാന കാരണം, ഒരു അവാർഡിന് ക്ഷണിക്കുന്ന സമയത്ത് 3, 4, 5 കോപ്പികളാണ് അവർ അവാർഡിന് ക്ഷണിക്കുക. ഒരു അവാർഡിന് കൺസിഡർ ചെയ്യാൻ 4-5 കോപ്പികളൊന്നും ആവശ്യമില്ല. ഒരു കോപ്പി ഉണ്ടായാലും 2 കോപ്പി ഉണ്ടായാലും അവർക്ക് അവാർഡിന് തികയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കോപ്പികൾ ഉണ്ടായതുകൊണ്ടൊന്നും അവർക്ക് കാര്യമൊന്നുമില്ല. അത് എന്തുകൊണ്ടാണ് ഇത്രയും കോപ്പികൾ ക്ഷണിക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഒന്നത്. രണ്ടാമത്, നിങ്ങൾ അവാർഡിന് പുസ്തകങ്ങൾ അയച്ചു, ഓക്കെ, നിങ്ങളുടെ പുസ്തകം സെലക്ട് ആയിട്ടുണ്ട്, നിങ്ങൾ ഇത്ര പൈസ തരൂ, 2000, 3000, 4000, 5000 രൂപ തരൂ, ഈ പരിപാടിയുടെ ചെലവിലേക്കായി പൈസ ആവശ്യമുണ്ട്, അപ്പം നിങ്ങൾ സഹകരിക്കൂ. എന്നിട്ട് നമ്മൾ കാശ് കൊടുക്കുന്നു, എന്നിട്ട് അവാർഡ് പോയി വാങ്ങിക്കുന്നു. അതിൽ നിന്നൊരു അവാർഡ് നമ്മൾക്ക് തരുന്നു. അവാർഡുകൾ നിരത്തി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിൽ നിന്നൊരു അവാർഡ് നമുക്കും തരുന്നു. അതൊരു ബൊഫേ പുരസ്കാരം തന്നെയല്ലേ. എൻ്റെ ഒരു കഥയുണ്ട്, ബൊഫേ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ പുരസ്കാരങ്ങൾ നിരത്തി വെക്കുന്നു. ഈ കാശ് പേര് കൊടുത്തവർക്ക് എല്ലാവർക്കും പുരസ്കാരം തരുന്നു. അതിൽ അവർ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. രണ്ടാമത്തെ വേറൊരു കാര്യം, പുസ്തകങ്ങൾ നോക്കിയല്ല, ആ എഴുത്തുകാരനെ നോക്കിയാണ് പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അയാളെ തല നോക്കിയാണ് പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. പുസ്തകത്തിലെ കണ്ടന്റോ അല്ലെങ്കിൽ അതിൽ വായിച്ചിട്ടോ അല്ല. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പുസ്തകങ്ങൾക്ക് അവാർഡ് കൊടുക്കുക എന്നല്ല, അത് എഴുത്തുകാരന് അവാർഡ് കൊടുക്കുന്നില്ല എന്നാണ് സിറ്റുവേഷൻ ആയിപ്പോയി. അതൊന്ന്. പിന്നെ വേറൊരു കാര്യം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നിട്ട്, ഒരു 3, 4, 5 ആൾ ചേർന്നിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിൽ ഈ വർഷം ഒരാൾക്ക് സമ്മാനം, അടുത്ത വർഷം അതിൽ വേറൊരാൾക്ക് സമ്മാനം, 3-ാം വർഷം വേറൊരാൾക്ക് സമ്മാനം. ഈ ടീമിൽ തന്നെ ഈ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പം അവർ ഏതുതരം പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ വിലകുറിച്ച് കാണുന്നില്ല, അതിനെക്കുറിച്ച് മോശവും പറയാനില്ല, കാരണം എനിക്കറിയില്ല. എന്നാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അവാർഡുകൾ പരിമിതപ്പെട്ടു പോകുന്നു. അങ്ങനെയുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണ്, അവാർഡ് ലഭിക്കേണ്ട വ്യക്തിയും ലഭിക്കേണ്ട പുസ്തകവും എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുശേഷം അവാർഡിന് പുസ്തകം ക്ഷണിക്കുക എന്നുള്ളത് അത് ആൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ആർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് തീരുമാനിച്ചു. എന്നിട്ട് അവർ ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ പുസ്തകം ക്ഷണിച്ചിട്ടുണ്ട്, എന്നിട്ട് അവർ ന്യൂസ് പേപ്പറിലോ ഓൺലൈനിലോ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, ഇങ്ങനെ ഒരു അവാർഡിന് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് പുസ്തകങ്ങൾ ക്ഷണിക്കുന്നു. അതിൻ്റെയും ആവശ്യം എന്താണുള്ളത്? അത് എഴുത്തുകാരെ പറ്റിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്. ഈ അവാർഡുകൾ പ്രതീക്ഷിച്ച് ഒരുപാട് എഴുത്തുകാർ പുസ്തകങ്ങൾ അയക്കുന്നു. അത് 1, 2, 3, 4, 5 കോപ്പികൾ അയക്കുന്നു, എന്നിട്ട് കാത്തിരിക്കുന്നു. അതിൻ്റെ ഒരു പറ്റിക്കൽ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ അവാർഡിന് പുസ്തകം ക്ഷണിക്കുന്നത് കൊണ്ടുള്ള വേറൊരു കാര്യം, അവർക്ക് 200, 300, 400 എഴുത്തുകാർ പുസ്തകങ്ങൾ അയക്കുന്നു. അതും 3, 4 കോപ്പികൾ അയക്കുന്നു.
അതവർ മറിച്ചു വിൽക്കുന്നുണ്ടോ, വേറെ ആർക്കും വിൽക്കാമല്ലോ, അല്ലെങ്കിൽ വേറെ ലൈബ്രറിക്ക് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർ തന്നെ ലൈബ്രറി സെറ്റപ്പ് ചെയ്യാം. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് അറിഞ്ഞുകൂടാ. അത് അങ്ങനെയും സംഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയും കോപ്പികൾ അവാർഡിനായി ക്ഷണിക്കേണ്ടത്, ആവശ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ വേറെ കാര്യം, ഇതിൽ ഈ ജൂറികളുടെ പേരൊക്കെ അവർ പറയുന്നുണ്ടായിരിക്കും, അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ ജൂറികൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഇത്രയും പുസ്തകങ്ങൾ അവർ വായിച്ചിട്ട് മാർക്ക് ഇടുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. ആയിരക്കണക്കിന് പുസ്തകത്തിൽ നിന്നും ഒരു പുസ്തകത്തിനായിരിക്കും സമ്മാനം കിട്ടുക, ഒരു പുസ്തകം. ആ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് ഇത്രയും പുസ്തകങ്ങൾ അവർ വായിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അവരെക്കുറിച്ച്, ജൂറിയെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ ആ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ, സത്യമായിട്ട് വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചോദ്യം ഉയർന്നാൽ ആ സംഘാടകർ തിരിച്ചു ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് നമ്മളിൽ വിശ്വാസമില്ല അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ജൂറിയിൽ വിശ്വാസമില്ലേ, ആ ജൂറി ഇന്ന മനുഷ്യനാണ്, ഇത്ര ഫേമസ് ആയ മനുഷ്യനാണ്, അയാളിൽ വിശ്വാസമില്ലേ എന്നൊക്കെ മറുചോദ്യമാണ് നമ്മൾക്ക് കേൾക്കുക. അങ്ങനെയുള്ളൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് നല്ലൊരു കാര്യം. അതിലൊന്നും ഇടപെടാതിരിക്കുക, അവരെന്ത് വേണം ചെയ്യട്ടെ എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ചില സമൂഹങ്ങൾ, ചില ആൾക്കാർ, ഞാൻ പറഞ്ഞു തന്നെ, ഒരു 3, 4, 5 പേര് ചേർന്ന് ഒരാൾക്ക് സമ്മാനം കൊടുക്കുന്നു. ആ സമ്മാനം കിട്ടിയതിൻ്റെ ആഘോഷം, പിന്നെ അയാൾ തുടർന്ന് ആ സമ്മാനം കിട്ടിയതുകൊണ്ട് തുടർന്ന് സമ്മാനങ്ങൾ വാങ്ങാൻ പലയിടങ്ങളിൽ പോകുന്നു, വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, വിദേശ രാജ്യങ്ങളിൽ സമ്മാനം വാങ്ങുന്നു, പൈസ ആയിട്ടും വാങ്ങുന്നു. എന്നിട്ട് ആ പൈസ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നു. അങ്ങനെയും സംഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ, കാരണം അതിലേക്ക് ഞാൻ കൂടുതൽ ഇടപെടാറില്ല, അതെൻ്റെ വിഷയവുമല്ല. അവാർഡിന് കൊടുക്കുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ലഭിക്കുന്ന പുസ്തകത്തിൻ്റെ കവർ നോക്കിയോ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ കണ്ടന്റ് നോക്കിയോ അല്ല അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ആ എഴുത്തുകാരൻ്റെ മുഖം നോക്കി മാത്രം അവാർഡ് കൊടുക്കുന്ന ശീലം തീർച്ചയായും മാറ്റേണ്ടിയിരിക്കുന്നു. അതിലെന്താണ്, എത്ര വലിയ എഴുത്തുകാരനായിക്കോട്ടെ, എത്ര ചെറിയ എഴുത്തുകാരനായിക്കോട്ടെ, അതിലെ കണ്ടന്റ് എന്താണ്, അതിലെന്താണ് വിഷയം, എന്താണ്, എങ്ങനെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാതെ എഴുത്തുകാരൻ്റെ മുഖം നോക്കി അവാർഡ് കൊടുക്കുന്നത് നല്ല ഏർപ്പാടല്ല. അത് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ വേറെ കാര്യം, പാവപ്പെട്ട എഴുത്തുകാർ പുസ്തകം എഴുതുകയും ചെയ്തു, എന്നിട്ട് ഈ അവാർഡുകൾക്ക് അയക്കുന്നു. അവരെന്താണ് ഈ ഈയാമ്പാറ്റകളെ പോലെ പുസ്തകങ്ങൾ അയക്കുന്നു, 4-5 പുസ്തകങ്ങൾ. ഇപ്പം 200 രൂപയുടെ വിലയുള്ള ഒരു പുസ്തകം, ഒരു കോപ്പിക്ക് 200 രൂപയാണെങ്കിൽ 5 കോപ്പി അയക്കുന്നു, 1000 രൂപയാണ് അയാൾ കൊടുക്കുന്നത്. അത് പ്രിന്റ് ചെയ്ത് കിട്ടാൻ തന്നെ അയാൾ ആൾറെഡി ചിലവാക്കിയിട്ടുണ്ട്, ഏകദേശം അത്ര തന്നെ ചിലവാക്കിയിട്ടുണ്ട്. കാരണം പ്രസാധകർ ഇയാൾക്ക് പൈസ കൊടുത്താലേ 60% കൊടുത്താലേ ഇയാൾക്ക് പുസ്തകം കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് ഈ പുസ്തകം വാങ്ങിയിട്ടാണ് ഇയാൾ അവാർഡിനായി പുസ്തകങ്ങൾ അയക്കുന്നത്. എന്നാൽ ഈ പ്രസാധകർ പുസ്തകം അയക്കുകയോ ചെയ്യില്ല താനും. അപ്പോൾ ഈ പാവപ്പെട്ട എഴുത്തുകാർ ഈയാമ്പാറ്റകളെ പോലെ അതിൽ ചാടിച്ചാവുകയാണ് ചെയ്യുന്നത്. അപ്പം എഴുത്തുകാരും അതിനെ നോക്കിയും കണ്ടും അറിഞ്ഞും ചെയ്യേണ്ടിയിരിക്കുന്നു. എടുത്ത് ചാടാതെ അതിന് വ്യക്തമായ കാര്യങ്ങൾ വിശകലനം ചെയ്ത ശേഷം മാത്രം പുസ്തകങ്ങൾ അവാർഡിന് അയക്കുക. ഞാൻ കൊടുക്കാറില്ല, അയക്കാറില്ല. അതും ഒരു കോക്കസ് തന്നെയാണ്. അവർക്ക് വേണ്ടപ്പെട്ടവരുടെ കഥകൾ പ്രസിദ്ധീകരിക്കുക, കൃതികൾ പ്രസിദ്ധീകരിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ അതിൽ രാഷ്ട്രീയം വരുന്നു, ജാതി, മതം എല്ലാം വരുന്നുണ്ട്. അവൻ ഇന്ന പാർട്ടിക്കാരനാണ്, അപ്പം അവൻ്റെ കഥ പ്രസിദ്ധീകരിക്കാം. അവൻ നമ്മളോട് ചായവുള്ളവനാണ്, അപ്പം അവൻ്റെ കഥ പ്രസിദ്ധീകരിക്കാം. അവൻ നമ്മൾക്കെതിരാണ്, അവന് തള്ളുക, അവൻ്റെ കഥ പ്രസിദ്ധീകരിക്കരുത്. അതെല്ലാം ഒരു കോക്കസ് തന്നെയാണ്. കോക്കസിൻ്റെ കൂടെ തീർച്ചയായും മറ്റുള്ള ഇൻഫ്ലുവൻസ് വരുന്നതുകൊണ്ടാണ്, അത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ കഥകൾ വാരികകളിലോ മാസികകളിലോ ഞാൻ അയക്കാത്തത്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതിയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതിയില്ല.
ഞാൻ എഴുതുക, ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തോളാം, അതിൻ്റെ ധൈര്യവും കഴിവും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അഹങ്കാരമായിരിക്കും ഒരു പക്ഷേ മാസികകളിൽ കൊടുക്കാത്തത്. ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്ന ജീവി, സമൂഹത്തിന് നല്ലത് വരണം എന്ന രീതിയിൽ നമ്മൾ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ നമ്മൾ ആലോചിക്കാറുള്ളൂ. ഒരു സമൂഹത്തിന് ആപത്ത് വരണം അല്ലെങ്കിൽ അതിന് സമൂഹത്തെ നശിപ്പിക്കണം എന്ന രീതിയിൽ ഒരു എഴുത്തുകാരൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ തന്നെ അധപതനമായിരിക്കും, അത് അയാളുടെ തന്നെ അവസാനമായിരിക്കും. സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ നടക്കണം, സമൂഹം നല്ല രീതിയിൽ നടക്കണം, നല്ല രീതിയിൽ ചിന്തിക്കണം, നല്ല രീതിയിൽ വളരണം, നല്ല നാളേക്ക് വേണ്ടിയാവണം എന്നൊക്കെയുള്ള ചിന്ത എഴുത്തുകാരിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി അയാൾ പ്രതിബദ്ധരായിരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അയാൾ എഴുത്തും അങ്ങനെയുള്ളതായിരിക്കണം. സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു എഴുത്ത് അത് നല്ലതായിരിക്കില്ല. ഒരുപക്ഷെ അതിൽ ചില ഒരു ഗ്രൂപ്പ് ഓഫ് ചില ആളുകൾ അതിനെ അംഗീകരിച്ചേക്കാം. ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, അംഗീകരിച്ചേക്കാം, അഭിനന്ദിച്ചേക്കാം. അതൊരു നല്ല സമൂഹത്തിനെ വാർത്തെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു എഴുത്തുകാരൻ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുകയും നല്ല രീതിയിൽ തന്നെ എഴുതുകയും വേണം. കൃതികൾ വായനക്കാരെ സ്വാധീനിക്കാറുണ്ടോ? ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരു കൃതി സ്വാധീനിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ടുള്ള കൃതികൾ സമൂഹത്തിന് സ്വാധീനിച്ചിരുന്നു. ഇപ്പോഴങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കൃതിയായി തന്നെ കാണാൻ, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയായി കാണാൻ, അല്ലെങ്കിൽ ഒരു കഥയായി കാണാൻ, അല്ലെങ്കിൽ ഒരു നോവലായി കാണാൻ ആൾക്കാർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ആൾക്കാരങ്ങനെ തിരിച്ചറിവുണ്ട്. ഇപ്പോൾ പറയുന്നു, സിനിമയിൽ കാണുന്നത് ജനങ്ങൾ അല്ലെങ്കിൽ യുവതലമുറ ജീവിതത്തിലേക്ക് പകർത്തുന്നു. ഒരു നോർമൽ സെൻസുള്ള ആൾക്കാർ അത് പകർത്തുന്നില്ല. അത് ഒരു കലയായി കാണാൻ കഴിവുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോഴുള്ള ജനത. അവരെ മലിനമാക്കുന്നത് ഇതുപോലുള്ള ചില എഴുത്തുകളും അല്ലെങ്കിൽ സമൂഹത്തിന് വിപത്തുകൾ ഉണ്ടാക്കുന്ന മരുന്നുകളും തന്നെയാണ്. ആ മരുന്നുകളിനകത്ത് വന്നു കഴിഞ്ഞാലാണ്, അത് മദ്യമായിക്കോട്ടെ നല്ല ഡ്രഗ്സ് ആയിക്കോട്ടെ, അത് വന്നു കഴിഞ്ഞാലാണ് ജനങ്ങൾ യുവതലമുറ അവരെ മറക്കുന്നതും അത് ഞാനാണ് അല്ലെങ്കിൽ ആ സിനിമയിലെ ഹീറോ ഞാനാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നതും അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതൊക്കെ. അതിനെ ഒരു കലയെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അത് ആ സമൂഹം, ആ യുവതലമുറ വളർന്ന ചുറ്റുപാടും അവൻ ജീവിക്കുന്ന ചുറ്റുപാടും തന്നെയാണ്. അതിനെയാണ് മാറ്റേണ്ടിയിരിക്കുന്നത്, അല്ലാതെ കലയെ അല്ല മാറ്റേണ്ടിയിരിക്കുന്നത്. കലയെ ഞാൻ പറഞ്ഞതുപോലുള്ള മാറ്റങ്ങൾ തീർച്ചയായും വേണ്ട ആവശ്യമുണ്ട്. വക്രീകരിക്കാതെ നല്ല രീതിയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ട്. എന്നിരുന്നാലും അതൊരു കലയെ കാണാൻ കഴിവുള്ള സമൂഹത്തെ ക്രിമിനലുകളാക്കുന്നത് ഇത്തരം മരുന്നുകൾ തന്നെ ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. അതിനെയാണ് നമ്മൾ തുടച്ചു മാറ്റേണ്ടത്. ആ എഴുത്തുകളിൽ ഒരുപാട് നന്മയും ഉണ്ടായിരുന്നു, തിന്മയും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എപ്പോഴും നന്മ മുന്നിട്ട് നിന്നിരുന്നു, അതിനൊരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ അന്നത്തെ സമൂഹത്തിൽ ഒരു കഥയോ ഒരു സൃഷ്ടി ഹനീകരിക്കാതിരുന്നതും ആ സമൂഹത്തിന് സ്പോയിൽ ചെയ്യാതിരുന്നതും എങ്ങനെയായാലും ശരി നല്ല രീതിയിൽ കൊണ്ടുപോയതും സ്വാധീനിച്ചതുകൊണ്ട് തന്നെയായിരിക്കണം. പക്ഷെ അത് നല്ല രീതിയിലായിരുന്നു സ്വാധീനിച്ചത്. ഈ കാലഘട്ടത്തിൽ കഥയുടെ പ്രത്യേകത ഉണ്ട് തീർച്ചയായും. പണ്ട് എഴുതിയ രീതിയിലല്ല ഇപ്പോഴത്തെ കഥകൾ. ഇപ്പോഴത്തെ കഥകളുടെ രീതിയും ആഖ്യാന രീതിയും എല്ലാം മാറിയിട്ടുണ്ട്. മാത്രമല്ല അതിലെ ഭാഷയും മാറിയിട്ടുണ്ട്. അത് കാലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾക്ക് ഒരു എഴുത്തുകാരനും തടസ്സപ്പെടുത്തുവാനോ തടഞ്ഞു നിർത്തുവാനോ കഴിയില്ല. അത് കാലങ്ങളനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. പണ്ട് അങ്ങനെയായിരുന്നു. അതിൻ്റെ നൊസ്റ്റാൾജിയ അടിച്ച് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴത്തെ കാലത്തിനൊത്ത് നമ്മളും പോവുക, ആ കാലം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെയായിരുന്നു. പണ്ട് കാളവണ്ടിയായിരുന്നു എന്ന് വിചാരിച്ച് നമ്മളിപ്പോഴും കാളവണ്ടിയെ സ്വപ്നം കാണേണ്ടതോ അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്യണോ എന്ന് കൊതിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനൊന്നും അർത്ഥമില്ല. നമ്മൾ കാലത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അതാണ്
നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര, അല്ലാതെ പിന്നോട്ടല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത്. ആ നൊസ്റ്റാൾജി ഉണ്ടായിക്കോട്ടെ, ആ ഓർമ്മ ഉണ്ടായിക്കോട്ടെ, അത് നല്ലതാണ്. നമ്മൾ കഷ്ടപ്പെട്ടിരുന്നു, അന്ന് ദാരിദ്ര്യമുണ്ടായിരുന്നു, ഉണ്ണാനും ഉടക്കാനും കഴിവില്ലാത്തവരുണ്ടായിരുന്നു, എല്ലാം ഓർമ്മ നല്ലത് തന്നെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ആ കാലത്തേക്ക് പിന്തുടർന്ന് റിവേഴ്സ് ഗിയറിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ട് കേരളത്തിലെ ജനങ്ങൾ മാറുമറിച്ചില്ലായിരുന്നു എന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ ജനങ്ങൾ മാറുമറക്കണ്ടെന്നുണ്ടോ? അതൊരു ഓർമ്മയായിരുന്നോട്ടെ, അതൊരു ഓർമ്മ മാത്രം. നമ്മൾ കാലം വികസിക്കുന്നതോടൊപ്പം, ലോകം വികസിക്കുന്നതോടൊപ്പം നമ്മളും മാറേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഹാങ് ഓവറിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാറിക്കഴിഞ്ഞു. നമ്മൾ കാലത്തോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ചില ചിന്താഗതിക്കാരുണ്ട്, നമ്മൾ അങ്ങനെ ആയിരുന്നു പണ്ട്, നിങ്ങൾ ചില സമൂഹങ്ങൾ അങ്ങനെ ആയിരുന്നു, ശരിയാണ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് വേലാതിപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതൊക്കെ മാറി. അപ്പൊ കാലത്തോടൊപ്പം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കഥ എഴുതുന്നു, അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിക്ക് വേണ്ടിയിട്ടാണോ എന്നല്ല ഞാൻ ആലോചിക്കാറുള്ളത്. ഞാൻ കഥ എഴുതുന്നു, അത് സിനിമയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കായാവും വേഴിലും പാലയും എന്നുള്ളത്, അതൊരു വെബ് സീരീസ് ആക്കാൻ പറ്റും എന്ന രീതിയിൽ ഈയിടെ ഒരാൾ പറയുകയുണ്ടായി. അത് അങ്ങനെയാണെങ്കിൽ അതൊരു വെബ് സീരീസ് ആക്കാനുള്ള ചിന്തയൊക്കെ ഉണ്ട്. അതുപോലെ ഈയിടെ ഒരു കഥ ഞാൻ ഒരാൾക്ക് വേണ്ടി പറയുകയുണ്ടായി. അതൊരു സിനിമയാക്കാൻ വേണ്ടിയിട്ട്, ഒരു ആർട്ട് ഫിലിം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ നടക്കുകയുണ്ടായിരുന്നു. അതിനുവേണ്ടി, സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുക എന്നുള്ള രീതി എനിക്കില്ല. എഴുതിയ കഥകൾ ഒരു സിനിമയാക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കാറുള്ളൂ, അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെ പ്രൊജക്റ്റ് നടക്കുന്നു, ചർച്ച നടക്കുന്നുണ്ട്, അത്ര തന്നെ. പുതിയ തലമുറ എഴുത്തിനെ എങ്ങനെ സമീപിക്കുന്നു? പുതിയ തലമുറ പലരും എഴുത്തിലേക്ക് വരുന്നവരുണ്ടല്ലോ. എഴുത്തൊരു പ്രധാന ഒരു ജോലിയായി കരുതുന്നില്ലെങ്കിൽ, എഴുത്തും എനിക്ക് കഴിയും, അല്ല എഴുത്തും ചെയ്യാവുന്ന രീതിയിൽ ആലോചിക്കുന്ന തലമുറയുണ്ട്, ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, എഴുത്തുകാരുണ്ട്. അതൊരു പ്രൊഫഷനായി എടുക്കാനല്ല. ഓക്കെ, അത് പക്ഷേ അവർ ചിന്തിക്കുന്ന രീതിയും അല്ലെങ്കിൽ അവർ അവലംബിക്കുന്ന രീതിയൊക്കെ മാറ്റമുണ്ടായിരിക്കാം, അവരെഴുതുന്ന രീതിയും മാറ്റമുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, കാലത്തോടൊപ്പം മാറിക്കൊണ്ടേയിരിക്കുന്നു, എഴുത്തിൻ്റെ രീതിയും മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ യുവതലമുറയും എഴുതുന്നവരുണ്ട്. അത് പ്രത്യേകിച്ചും മലയാളത്തിലാണ് കൂടുതൽ കാണുന്നത്. കന്നഡയിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറവാണെങ്കിലും, പക്ഷെ തമിഴിലും ഒരുപാട് എഴുതുന്ന കുട്ടികളുണ്ട്. അത് പല മാഗസിനുകളും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ തീർച്ചയായും മലയാളത്തിൽ തന്നെയാണ് നമ്മൾക്ക് കൂടുതൽ യുവതലമുറ എഴുത്തിലേക്ക് വരുന്നത് കാണുന്നത്. അടുത്ത പ്രോജക്റ്റുകൾ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത പ്രോജക്റ്റ് എന്നൊന്നും ആലോചിക്കാറില്ല. സൈമൾട്ടേനിയസ് ഒരേ സമയത്ത് തന്നെ നോവലും കഥകളും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തന്നെ പ്രസിദ്ധീകരിക്കാൻ പുസ്തകങ്ങളുണ്ട്. അതിന് സമയവും സാമ്പത്തികവും സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത പുസ്തകങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും. അങ്ങനെ പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, കാരണം എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എഴുത്തൊരു ദിനചര്യയാണ്, അതൊരു ലഹരിയാണ്. ആ ലഹരിയിലേക്കാണ് ഈ യുവതലമുറ വരേണ്ടത്. ക്രിയേറ്റിവിറ്റി, അതിലേക്ക് യുവതലമുറ വന്നാൽ ഈ ഇപ്പോൾ നടക്കുന്ന അക്രമവും അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിന് ഉലച്ചിലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കുറയും. അവരുടെ ഈ ലോകത്ത്, എഴുത്തിൻ്റെ അല്ലെ ക്രിയേറ്റിവിറ്റിയുടെ ലോകത്ത് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ശമനമുണ്ടാകും. അപ്പോൾ യുവതലമുറ ഈ നല്ല രീതിയിൽ ചിന്തിക്കട്ടെ, ഈ ക്രിയേറ്റിവിറ്റിയുടെ മേഖലയിൽ ചിന്തിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു അനുഭവം തന്നതിന് നിങ്ങൾക്ക് ഏവർക്കും വളരെ നന്ദി. താങ്ക് യു.